ഹായ് ഗൈസ്, ദേവൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയാണ്. അപ്പോൾ ഞാനും ദൈവവും കൂടിയിട്ട് നേരെ ഇന്ന് പോകുന്നത് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മളിവിടെ ബസ് ഇറങ്ങിയിട്ട് നേരെ ക്ഷേത്രത്തിലോട്ട് നടക്കുവാണ്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ കൂടൽമാണിക്യം ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ഭാരതക്ഷേത്രങ്ങളേ ഉള്ളൂ. അതിൽ നമ്മുടെ കേരളത്തിൽ വരുന്ന ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുടയിലുള്ള ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രം. ഇവിടെ നാലമ്പല ദർശനത്തിൽ വരുന്ന രണ്ടാമത്തെ ക്ഷേത്രമാണ് കൂടൽമാണിക്യം. ശ്രീരാമൻ്റെ ഇളയ സഹോദരനായ ഭരതൻ്റെ ക്ഷേത്രമാണിത്. കൂടാതെ ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നളചരിതം നാട്ടകഥ രചയിതാവായ ഉണ്ണായി വാര്യർ ജനിച്ചത് ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള അകത്തൂട്ട് മന എന്നറിയപ്പെടുന്ന ഇല്ലത്താണ്. അപ്പോൾ അദ്ദേഹം സംഗമേശ്വരൻ്റെ ഭയങ്കര ഭക്തനായിരുന്നു. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ കൂത്തമ്പലമുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല എന്നുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഉപദേവതകളില്ല. അപ്പോൾ നമ്മളിത് അകത്ത് തൊഴുത് വഴിപാടൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പുറത്തിറങ്ങി. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്രക്കുളം എന്ന് പറയുന്നത് വലിയൊരു ക്ഷേത്രക്കുളമാണ്. അപ്പോൾ അവിടെ മീനൂട്ട് വഴിപാടൊക്കെ നടത്തുന്നതാണ്. കൂടുതലും നാലമ്പല ദർശന സമയത്താണ് ഒരുപാട് ആൾക്കാർ ഇവിടെ മീനൂട്ട് നടത്തുന്നത്. അപ്പോൾ ഇതാണ് ക്ഷേത്രക്കുളം. നല്ല വലിപ്പമുള്ളൊരു ക്ഷേത്രക്കുളമാണിത്. ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഇതിൽ. അടുത്തതായിട്ട് ഞാൻ ഇവിടുത്തെ കൂത്തമ്പലം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഭയങ്കര ഫേമസായ കൂത്തമ്പലം. ഇത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ മണ്ഡപ വിധിപ്രകാരമാണ് ഈ കൂത്തമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും കൂത്ത്, കൂടിയാട്ടം, കഥകളിയൊക്കെ അഭ്യസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് ആയിട്ടുള്ളത് ഇവിടെ വഴുതനങ്ങ വഴിപാടെന്നും പറഞ്ഞാണ്. ഉദരരോഗ ശമനത്തിനൊക്കെ ആയിട്ടുള്ള വഴിപാടാണത്. അതൊരെണ്ണം നടത്തി, പിന്നെ വഴിപാടുകളൊക്കെ നടത്തി നമ്മളിതേ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വേറൊരു ക്ഷേത്രത്തിലേക്കും കൂടി ഇന്ന് പോകുന്നുണ്ട്. അത് വേറെ എവിടെയല്ല, കൊടുങ്ങല്ലൂർ. നമ്മൾ കൊടുങ്ങല്ലൂരും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയ്ക്ക് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ് കയറിയിട്ട് നേരെ കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ്. ദേവു ധാവണിയൊക്കെ ചുറ്റി നല്ല സുന്ദരിയായിട്ടാണ് ആദ്യമായിട്ടാണ് ധാവണിയൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അപ്പം അതുപോലെ തന്നെ തിരക്കിനൊരു കുറവുമില്ലായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറിയത്. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. അപ്പം നേരെ നമ്മൾ ചെന്ന് വഴിപാട് കൗണ്ടറിൽ ചെന്ന് വഴിപാടൊക്കെ എഴുതിച്ച് നേരെ വരിയിലോട്ട് കയറി നിന്നു. വരിയിൽ ഞാൻ പറഞ്ഞില്ല, 1 മണിക്കൂറോളം വരി നിന്നിട്ടാണ് നമുക്ക് അകത്ത് കിടക്കാൻ പറ്റിയത്. ഏകദേശം 12:30 1 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അകത്ത് ചെന്നത്. നമ്മളിതേ വഴിപാട് എഴുതിച്ച് വരി നിൽക്കുവാണ്. വഴിപാടൊക്കെ എഴുതിച്ച് ദേവിക്ക് കൊടുക്കാനുള്ള വഴിപാടൊക്കെ എടുത്ത് ദേവുവിൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിക്കൊടുത്തു. നമ്മൾ വരി നിന്ന് അകത്ത് കയറി ദേവിയെ നന്നായിട്ട് തൊഴാൻ പറ്റി. നമ്മളത് വഴിപാടൊക്കെ കൊടുത്തു. തൊഴുതതിന് ശേഷം നമ്മൾ വെളിയിൽ പായസം ഇങ്ങനെ നമ്മുടെ കയ്യിൽ വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇലയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് കയ്യിൽ തന്നെ വാങ്ങിച്ചു. ഭയങ്കര ടേസ്റ്റുള്ളൊരു പായസമാണത്. എന്തോ കഴിഞ്ഞ വട്ടം പോയപ്പോൾ എനിക്ക് ഇത്തിരിയാണത് കിട്ടിയത്. ഈ വർഷം ഇത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് 2 കയ്യിലും നിറയെ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി അതൊക്കെ കഴിച്ചു. അതിന് ശേഷം അവിടെ എല്ലാം നടന്നു. ദേവുവിന് 2 ഡാൻസ് വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗിൻ്റെ കൂടെ ആ വീഡിയോ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് എന്നോട് അഭിപ്രായം പറയണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ദേവുവിൻ്റെ ഡാൻസ് കാണണം. ഈ വീഡിയോ ഫുള്ള് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. शाम्भवी चन्द्रमौली